ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കോറിന്തോസ് 13-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. പൗലോസ് ലീഹ എത്രാം പ്രാവശ്യമാണ് കോറിന്തോസുകാരെ സന്ദർശിക്കാൻ പോകുന്നത്? ഉത്തരം: 3-ാം പ്രാവശ്യം. 2. ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. 3. ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടവൻ ജീവിക്കുന്നത് എങ്ങനെ? ഉത്തരം: ദൈവത്തിൻ്റെ ശക്തിയാൽ. 4. ഞാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആർക്കൊക്കെയാണെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ഉത്തരം: നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. 5. പൂരിപ്പിക്കുക. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ഡാഷ് ജീവിക്കുന്നു. ഉത്തരം: ദൈവത്തിൻ്റെ ശക്തിയാൽ. 6. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയുള്ള തെളിവ് ആണല്ലോ എന്നാണ് ശ്ലീഹ ചോദിക്കുന്നത്? ഉത്തരം: ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന്. 7. കോറിന്തോസുകാർ ഏത് കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്? ഉത്തരം: അവരുടെ വിശ്വാസത്തിൽ. 8. നിങ്ങൾക്ക് എന്ത് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന്. 9. ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന്. 10. എന്തിനെതിരായാണ് ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ലാത്തത്? ഉത്തരം: സത്യത്തിനെതിരായി. 11. 2 കോറിന്തോസ് 13:9 പ്രകാരം ഞങ്ങൾ സന്തോഷിക്കുന്നത് എപ്പോൾ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ. 12. 2 കോറിന്തോസ് 13:9 പ്രകാരം നിങ്ങളുടെ ഏത് കാര്യത്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: നിങ്ങളുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി. 13. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങളെ വളർത്തിയെടുക്കാൻ. 14. 2 കൊറിന്തോസ് 13:11 പ്രകാരം നിങ്ങൾ എങ്ങനെ ജീവിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: സമാധാനത്തിൽ. 15. ആര് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ശ്ലീഹ തൻ്റെ അഭിവാദനത്തിൽ പറയുന്നത്? ഉത്തരം: സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം. 16. എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: വിശുദ്ധ ചുംബനം കൊണ്ട്. 17. ആര് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: വിശുദ്ധരെല്ലാവരും. 18. നിങ്ങൾ ഏവരോടും കൂടെ എന്തുണ്ടായിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും. 19. 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം: 13. 20. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം: 2 കോറിന്തോസ് 13:13. 21. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ കോറിന്തോസുകാർക്ക് നേരുന്ന ശ്ലീഹ ആരുടെ സഹവാസമാണ് ആശംസിക്കുക? ഉത്തരം: പരിശുദ്ധാത്മാവിൻ്റെ.